ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജിയിൽ 18-ന് വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി. തന്ത്രിയുടെ ജാമ്യഹർജികളെ എതിർത്താണ് SIT റിപ്പോർട്ട് നൽകിയത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലുമാണ് തന്ത്രി ജാമ്യഹർജികൾ സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വാദം പൂർത്തിയായിരുന്നു. ഇന്ന് പ്രോസിക്യൂഷൻ വാദം മണിക്കൂറുകൾ നീണ്ടു. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ഇടപെടാൻ കഴിയുകയെന്നും ഭരണപരമായ കാര്യങ്ങളിൽ തന്ത്രിക്ക് പങ്കില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. വൈക്കം ക്ഷേത്രത്തിൽ ഉൾപ്പെടെയുള്ള കോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ തന്ത്രിയുടെ ജാമ്യഹർജിയെ എതിർത്തുകൊണ്ടുള്ള SIT റിപ്പോർട്ട് മുന്നോട്ട് വെച്ചായിരുന്നു പ്രോസിക്യൂഷൻ വാദം. തന്ത്രിക്ക് 2004 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും തന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ വൻ നിക്ഷേപമുണ്ടെന്നും SIT കോടതിയെ അറിയിച്ചു. ഇത് മുൻനിർത്തിയുള്ള പ്രോസിക്യൂഷൻ വാദത്തെ പ്രതിഭാഗം എതിർത്തു. ഇരുവാദങ്ങളും കേട്ട വിജിലൻസ് കോടതി വിധി പറയുന്നത് 18-ലേക്ക് മാറ്റി. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ മുഖ്യപ്രതിക്കുൾപ്പെടെ സ്വാഭാവിക ജാമ്യം ലഭിച്ച സാഹചര്യത്തിലാണ് തന്ത്രിയുടെ ജാമ്യഹർജികളും കോടതി പരിഗണിച്ചത്. വിജിലൻസ് കോടതിയിൽ നിന്ന് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് അഭിഭാഷകരുടെ തീരുമാനം. ജനം, കൊല്ലം.